മാജിക് റിംഗ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഫ്ലവർ ചെയ്യാൻ നോക്കാം. നമുക്കാദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 6 ചെയിൻസ് ചെയ്യണം. അതിൽ 1 2 3 4 5 then 6. എന്നിട്ട് ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു റിങ് പോലെ ഇത് കിട്ടും. അപ്പം നമുക്ക് മാജിക് റിങ്ങിന് പകരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഫസ്റ്റ് പെറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അത് ഈ റിങ്ങിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് 2 ചെയിൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം റിങ്ങിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാൺ വലിച്ചെടുക്കുക. 3 എണ്ണം ഉണ്ട്, വീണ്ടും 2 എണ്ണത്തിലൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ 2 എണ്ണമേ ഉള്ളൂ. ആ 2 എണ്ണത്തിലൂടെ വീണ്ടും വലിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ആയി. ഇതുപോലെ 2 എണ്ണം കൂടെ ചെയ്യണം. എൻ്റെ കയ്യിൽ കിടക്കുന്ന ക്രോഷേ റിങ് കണ്ടോ? എൻ്റെ വിരലിലൂടെ യാൺ ഇങ്ങനെ നല്ലപോലെ ഗ്ലൈഡ് ചെയ്ത് വരില്ല. അപ്പോൾ ഞാനൊരു ക്രോഷേ റിങ് ചെയ്തത് അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും ചെയിൻ 2 ചെയ്യുക. വീണ്ടും റിങ്ങിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പെറ്റൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പെറ്റൽ ചെയ്യാനായിട്ട് വീണ്ടും ചെയിൻ 2 ചെയ്യുക, 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. ആക്ച്വലി ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 2, 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 2. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഈ ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയിൻ 2 ചെയ്യുക. എന്നിട്ട് വീണ്ടും റിങ്ങിൻ്റെ ഉള്ളിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് യാൺ ഓവറൊന്നും ചെയ്യണ്ട. ലാസ്റ്റ് പെറ്റലിന് ചെയിൻ 2 ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഇല്ലേ, അതിലേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ത്രെഡ് കട്ട് ചെയ്തിട്ട് ഒരു ഡാണിങ് നീഡിൽ യൂസ് ചെയ്ത് ഈ ബാക്കിയുള്ള ത്രെഡൊക്കെ കുറച്ച് നീറ്റായിട്ട് ഈ ഫ്ലവറിൻ്റെ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.